ഗജോദരന്റെ കുടുംബം പാവപ്പെട്ടവരായിരുന്നു. 10 വയസ്സുള്ള 2 ഇരട്ട പിള്ളേരുണ്ടായിരുന്നു, പൂജയും ഗീതയും. ഭാര്യ വീട്ടുജോലിയൊക്കെ ചെയ്യുമായിരുന്നു. ഗജോദരന് മാത്രമായിരുന്നു ജോലിയുള്ളത്. കൂലിവേല ചെയ്തായിരുന്നു കുടുംബത്തിനെയും പിള്ളേരൊക്കെ പഠിപ്പിക്കുന്നത്. ഒരു ദിവസം ഗജോദർ പിള്ളേരെ സ്കൂളിലേക്ക് വിടാൻ പോവുകയായിരുന്നു. അപ്പോഴേക്ക്, അല്ല ഗജോദർ, ഈ പെൺകുട്ടികൾക്ക് വേണ്ടി ഇത്രയും കാശ് മുടക്കുന്നതിന് പകരം ഒരു മകന് ജന്മം കൊടുക്ക്. അവന് പിന്നെ നിനക്ക് നല്ലൊരു മുതൽക്കൂട്ടാവില്ലേ? നിനക്കൊരു മകനില്ലേ? അവൻ വളരുമ്പോൾ നീ എത്രത്തോളം അവനെക്കുറിച്ച് അഭിമാനിക്കുന്നു നോക്കാം. അവൻ അവൻ്റെ ജീവിതം നയിക്കാൻ വേണ്ടി എന്തും ചെയ്യാം. നിനക്ക് 2 പെൺമക്കളാ, അതോർത്തോ. അവരുടെ കല്യാണം കഴിയും, അവർ ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് പോകേണ്ടി വരും. ഇതിന് നിങ്ങൾക്ക് എന്ത് പ്രയോജനം കിട്ടുക? എന്താ മഹേഷ് ഈ പറയുന്നേ? നിങ്ങൾ എന്ത് ബുദ്ധികൂർമ്മതയോടെയാണ് സംസാരിച്ചത്? ഇത്തരം വലിയ വാക്കുകളൊക്കെ സമൂഹത്തിന് മുന്നിൽ പറയുക, എല്ലാവരും നിങ്ങളുടെ കാൽക്കൽ വന്ന് വീഴും. നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ? എനിക്ക് ലജ്ജ തോന്നുന്നു. നിന്നെപ്പോലുള്ളവരൊക്കെ ഈ ഗ്രാമത്തിലുണ്ടെന്ന് ഓർത്ത്. ഗജോദർജി, നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്തുപറ്റി? തണുത്തുപോയോ? എൻ്റെ പെൺമക്കളെ മുമ്പിൽ വെച്ച് തന്നെ അവരെ കുറ്റപ്പെടുത്തി പറയുന്നോ? നീ തന്നെ ആലോചിച്ച് നോക്ക്. ദേഷ്യം വന്നവൻ അവിടുന്ന് പോയി. പൂജ, ഗീത, നിങ്ങൾ 2 പേരും ആരുടെയും വാക്കുകൾ ഹൃദയത്തിലേക്ക് വെക്കേണ്ട കാര്യമില്ല, മനസ്സിലായോ? പപ്പ, ഞങ്ങളോട് ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അതെ പപ്പ, ഞങ്ങൾക്ക് നാട്ടുകാർ പറയുന്നൊന്നും വലിയ കാര്യമല്ല. അവര് പറയുമ്പോൾ ഞങ്ങൾ കേൾക്കാറില്ല. ഗജോദർ 2 പിള്ളേരെയും സ്കൂളിൽ പറഞ്ഞയച്ച് അവിടുന്ന് പോകും. രാവിലെ മുഴുവനും കൂലിവേല ചെയ്യും. വൈകിട്ടാവുമ്പോൾ ഗജോദർ വീട്ടിലേക്ക് വരും. വീട്ടിൽ വന്നു നോക്കുമ്പോൾ 2 പിള്ളേരും മെഴുകുതിരി കത്തിച്ച് പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. പൂജ, ഗീത, നിങ്ങൾ ഇത്രയും രാത്രിയായിട്ടും പഠിക്കുകയാണോ? ഇവര് 2 പേരുടെയും ഈ ശ്രമമൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. നമുക്ക് നല്ല ഭാഗ്യമാണ് ചേട്ടാ ഇങ്ങനത്തെ പിള്ളേരെ കിട്ടിയത്. എനിക്കുറപ്പാ നമ്മുടെ പേരും നാടിന്റെ പേരും ഇവർ ഉയർത്തും. പ്രധാൻജിയുടെ വീടിന് മുമ്പിൽ ആളുകളൊക്കെ തടിച്ചു കൂടിയിരിക്കുന്നു. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഗ്രാമത്തിൽ വിളക്കുകൾ തെളിഞ്ഞ അപകടം ഉണ്ടാവും. ഇവിടെ എല്ലാവരും വീടുകൾ പണിതിട്ടുണ്ട്. എല്ലാവരും ചപ്രയിലാണ് താമസിക്കുന്നത്. തീയിൽ നിന്ന് വൈദ്യുതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രാമം മുഴുവൻ ലൈറ്റ് തെളിയും. പ്രധാൻജി, എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ രാജ്യത്ത് മുഴുവൻ വെളിച്ചം ഉണ്ടാവുമായിരുന്നില്ലേ? അല്ല, നിങ്ങളെന്താ ഈ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ശ്രമിച്ചില്ലെന്നാണോ? നമ്മുടെ സർക്കാർ കേൾക്കാൻ തയ്യാറാവുന്നില്ലല്ലോ. ഇതിൽ ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാ? ഞാൻ വെറും പ്രധാനല്ലേ, പ്രധാനമന്ത്രി ഒന്നും അല്ലല്ലോ. ഇത്രയും പറഞ്ഞ പ്രധാൻ അവന്റെ വീട്ടിലേക്ക് അങ്ങ് പോകും. നാട്ടുകാരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിന്നു. അല്ല രാജു, നിങ്ങൾ അനാവശ്യമായി പ്രധാൻജിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ? അതെ ഗജോദര ചേട്ടാ, അല്ല, ഈ പ്രധാൻ മറ്റൊരാളെ പ്രധാൻ പദവി നിൽക്കാൻ അനുവദിക്കുന്നുണ്ടോ? ഗ്രാമത്തിലാണെങ്കിൽ വൈദ്യുതിയുമില്ല. അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ, നമുക്ക് അവരോട് തർക്കിക്കാൻ കഴിയുമോ? ഇനി ആരെങ്കിലും പ്രധാൻജിക്കെതിരെ പോകാൻ ശ്രമിച്ചാൽ അവർ ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെ പോവേണ്ടി വരും. അതറിയാവുന്നതല്ലേ. അങ്ങനെ കുറേ ദിവസം നീണ്ടുപോയി. ഗ്രാമത്തിൽ വൈദ്യുതിയും ഇല്ലായിരുന്നു. ആൾക്കാരൊക്കെ കൂലിവേല ചെയ്യുന്നു. കുറച്ച് ചെറുപ്പക്കാർ നഗരത്തിൽ പോയി ജോലി ചെയ്യുന്നു. അവരാണെങ്കിൽ ഗ്രാമത്തിൽ വരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞ് പ്രധാൻ എല്ലാവരെയും വിളിക്കുന്നു. കണ്ടില്ലേ ഗ്രാമവാസികളെ, കഴിഞ്ഞ ഒരാഴ്ചയായി എന്നെ കാണാനുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഞാൻ എവിടെയാ പോയതെന്ന്? അങ്ങ് തന്നെ ഞങ്ങളോട് പറ. അല്ലാതെ ഞങ്ങൾ എങ്ങനെ പറയാൻ അങ്ങ് എവിടെ പോയെന്ന്? ഞാൻ ദില്ലിയിലേക്ക് പോയതായിരുന്നു. അവിടെ ഞാൻ പാർലമെന്റിന്റെ മുന്നിൽ വെച്ച് ഒരാഴ്ചയായി നിരാഹാര സമരം നടത്തി. ഞാൻ അവരോട് ഏറ്റുമുട്ടി ജയിച്ചു. എൻ്റെ ഗ്രാമത്തിന് വെളിച്ചം നൽകിയിട്ടില്ലെങ്കിൽ അതുവരെ ഞാൻ ഇവിടെ വിശന്ന് കുത്തിയിരിക്കുമെന്ന്, ഇവിടെ തന്നെ കിടന്ന് മരിക്കുമെന്ന്. ഗ്രാമത്തിലെ എല്ലാവർക്കും പ്രധാൻ പറഞ്ഞ കാര്യം കേട്ട് സന്തോഷമായി. എന്നാൽ ഗജോദരന്റെ 2 പിള്ളേര് പ്രധാൻ പറഞ്ഞ കാര്യം കേട്ട് ചിരിച്ചു. നിങ്ങൾ 2 പേരും എന്തിനാ ചിരിക്കുന്നേ? ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞോ? ഗജോദർ, നിന്റെ 2 പെൺമക്കളെയും പറഞ്ഞ് മനസ്സിലാക്ക്. സർക്കാർ എൻ്റെ കാര്യം സമ്മതിച്ചു, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. എന്നാൽ നിങ്ങളെല്ലാവരും പേപ്പറുകളിൽ വിരലടയാളം പതിപ്പിക്കേണ്ടി വരും, മനസ്സിലായോ? കാരണം വൈദ്യുതി മൂലം എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ എല്ലാ കുറ്റവും എൻ്റെ തലയിലേക്ക് വരും. അതുകൊണ്ടാണ് എനിക്ക് എല്ലാവരുടെയും സമ്മതം വേണ്ടി വരുന്നത്. എല്ലാവരും വൈദ്യുതി വരുന്ന കേട്ട് സന്തോഷിച്ചു. അങ്ങനെ എല്ലാവരും കടലാസിൽ അപേക്ഷ സമർപ്പിച്ചു. കണ്ടില്ലേ മുനീംജി, എല്ലാ ഗ്രാമവാസികളും ദിവസവും എൻ്റെ വീടിന് മുന്നിൽ വന്ന് ബഹളം ഉണ്ടാക്കുമായിരുന്നു. ഇന്ന് ഇതിൻ്റെ ദുരിതം പേറേണ്ടി വരുന്നത് ഈ ഗ്രാമീണർ മാത്രമല്ല. ഇന്ന് ഈ ആളുകൾ അവരുടെ എല്ലാ വയലുകളും എനിക്ക് കൈമാറിയിരിക്കുന്നുവോ? പക്ഷെ കുറച്ചു മാസം കഴിഞ്ഞ് ഈ ഗ്രാമത്തിൽ വൈദ്യുതി വന്നില്ലെങ്കിൽ ഈ ഗ്രാമവാസികൾ വീണ്ടും ബഹളം ഉണ്ടാക്കില്ലേ? ഇത്തവണ ഇവരുടെയൊക്കെ ബലഹീനത എൻ്റെ കയ്യിലായിരിക്കുന്നേ. ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല.
അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോകുന്നു. പൂജയും ഗീതയും വലിയ കുട്ടികളായി. ഗ്രാമത്തിലെ എല്ലാ പിള്ളേരും അലഞ്ഞിരുന്ന് നടക്കുക. നമ്മുടെ പിള്ളേരാണെ നന്നായി പഠിക്കുന്നുണ്ട്, മറ്റു പിള്ളേരെ പഠിപ്പിക്കുന്നുമുണ്ട്, കാശ് സമ്പാദിച്ച് നമ്മളെ സഹായിക്കുന്നുമുണ്ട്. നീ പറഞ്ഞത് വളരെ ശരിയാ മോളെ മഹിമ. പപ്പ, കുറച്ചാള് കഴിയുമ്പോ പപ്പ ജോലി ഒന്നും ചെയ്യണ്ട കേട്ടോ. ഈ ഗ്രാമത്തിലെ പ്രധാന തെറ്റാണ് നമ്മളോടൊക്കെ ചെയ്തത്. 15 വർഷം നീണ്ടുപോയി, ഇതുവരെ വൈദ്യുതി വന്നിട്ടില്ല. അതിനു പകരം നമ്മുടെ ഭൂമിയൊക്കെ അവൻ കൈവശമാക്കി. എല്ലാ ഗ്രാമക്കാരും കഷ്ടപ്പെട്ട ഭൂമിയിൽ ജോലി ചെയ്യുന്നു. കൃഷിയിൽ നിന്നും കിട്ടുന്നതിന് ഇച്ചിരി ആൾക്കാർക്ക് കൊടുത്ത് ബാക്കി പൈസ അവൻ എടുക്കും. എന്തിനു പറയണം, നമ്മുടെ ഭൂമി, നമ്മുടെ വീടൊക്കെ അവൻ കൈവശമാക്കിയില്ലേ. നമുക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതൊന്നും ആലോചിച്ച് പപ്പ. ഞങ്ങൾക്ക് 2 വർഷത്തെ സമയം താ, എല്ലാവർക്കും തിരിച്ചു കിട്ടുമെല്ലാം. പ്രധാനം നല്ലൊരു പണി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇരട്ട സഹോദരികളല്ല ഇനി. എന്റെ പൊന്നു മക്കളെ, ഇപ്പൊ പോകുന്ന പോലെയൊക്കെ തന്നെ പോട്ടെ. നിങ്ങൾ ഇനി ദേഷ്യത്തിലൊന്നും ചെയ്യാൻ പോകണ്ട. പപ്പ പേടിക്കാതിരി, ഞങ്ങൾ തെറ്റൊന്നും എന്തായാലും ചെയ്യില്ല. പൂജയും ഗീതയും UPS പഠിക്കുകയായിരുന്നു. 1 വർഷത്തിന് ശേഷം അവരുടെ പരീക്ഷയ്ക്ക് സമയമായി. പപ്പ, ഞങ്ങളുടെ പരീക്ഷയ്ക്ക് ഞങ്ങൾ നഗരത്തിൽ പോണം. നിങ്ങൾ രണ്ടുപേരും രാവും പകലും കഷ്ടപ്പെട്ട് പരീക്ഷയ്ക്ക് വേണ്ടി. ഞാനും നിങ്ങളുടെ കൂടെ പരീക്ഷയ്ക്ക് അങ്ങോട്ടേക്ക് വരാം. ഗജോദർ 2 പിള്ളേരെയും കൊണ്ട് നഗരത്തിലേക്ക് പോകും. അവരങ്ങനെ പരീക്ഷയൊക്കെ എഴുതി അവരുടെ റിസൾട്ടും വരും. അങ്ങനെ ഗീതയും പൂജയും 1ാം സ്ഥാനത്തെത്തി. 2 വർഷത്തെ പഠിത്തത്തിനു ശേഷം രണ്ടുപേരും IPS ആയി മാറി. അവരുടെ ഒരേ ഒരു ലക്ഷ്യം ഗ്രാമത്തിലെ എല്ലാവർക്കും നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കണമെന്ന്. നിയമം അനുസരിച്ച് പ്രധാന്റെ കയ്യിലായിരുന്നു എല്ലാം. നിർബന്ധിച്ചവർക്ക് തിരിച്ചു മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവര് പ്ലാൻ ഒരുക്കി. ഗീത, എൻ്റെ ഒരു കൂട്ടുകാരൻ രാകേഷ് വലിയൊരു ബിസിനസ്മാൻ്റെ മകനാ. അവൻ്റെ അച്ഛന് ഒരുപാട് ഫാക്ടറിയൊക്കെ ഉണ്ട്. പക്ഷെ അവൻ ഒറ്റയ്ക്ക് ഒരു ഫാക്ടറി നടത്തണമെന്നാ. ഈ ഗ്രാമത്തിലൊരു ഫാക്ടറി വന്നാൽ എങ്ങനെ ഇരിക്കും? ഗ്രാമത്തിലെ ആൾക്കാർക്ക് പുറത്തു പോയി ജോലി ചെയ്യണ്ടല്ലോ. അപ്പോൾ അതിനെന്താ, രാകേഷ് ജിയെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. അങ്ങനെ അടുത്ത ദിവസം അവർ രണ്ടുപേരും രാകേഷിനെ വിളിപ്പിച്ചു. പ്രധാൻജി, ഇത് രാകേഷ്. നിങ്ങൾ ഒബ്രോയിൻ്റെ പേര് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ മകനാണ്. ആ, കൊള്ളാലോ കൊള്ളാലോ. ഇതൊക്കെ നമ്മുടെ ഭാഗ്യമല്ലേ, നിങ്ങൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നത്. മുനീംജി അവർക്ക് വേണ്ടി ചായയും പ്രഭാത ഭക്ഷണമൊക്കെ കരുതിക്കോളൂ. പ്രധാൻജി, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ ഗ്രാമത്തിലൊരു ഫാക്ടറി സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ പെർമിഷൻ വേണം. ഓ, തീർച്ചയായും തീർച്ചയായും. ഞാൻ എന്തായാലും നിങ്ങൾക്ക് എല്ലാ പെർമിഷനും തരാം. ഈ പേപ്പറുകളിലൊന്ന് സൈൻ ചെയ്തോളൂ. ആക്രാന്തം മൂത്തിരുന്ന പ്രധാൻ ആ കടലാസിൽ ഒപ്പിട്ടു കൊടുത്തു. രാകേഷ് അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം ഗീതയും പൂജയും എല്ലാ പോലീസുകാരെയും കൊണ്ട് പ്രധാന്റെ വീട്ടിലെത്തി. നാട്ടുകാർ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. പ്രധാൻജി, ഈ വീട് വിട്ടു പോകണം. കാരണം ഈ വീടും നിങ്ങളുടെ സ്ഥലമെല്ലാം ഇപ്പം ഞങ്ങളുടെ അച്ഛൻ ഗജോദരന്റെ പേരിലാണ്. ഇത് നോക്ക്, നിങ്ങൾ സൈൻ ഇട്ടതാ. നിങ്ങൾ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? അതെ, ഞങ്ങൾ ചതിച്ചു. മര്യാദയ്ക്ക് പോകുന്നോ അതോ ഞങ്ങളിവിടെ തൂക്കിയെടുത്ത് അറിയണോ? പിന്നെ നാട്ടുകാരെ, ഒന്നും അറിയാതെ ഒന്നും വായിക്കാതെ ഒപ്പിട്ട് കൊടുക്കരുത് ഒരു കടലാസിലും. അങ്ങനെ പ്രധാൻ പിച്ചക്കാരനായി. ആർത്തിക്ക് പണ്ടുതൊട്ടേ ഒന്നും കിട്ടിയിട്ടില്ല. അവൾക്കാരുടെ സ്നേഹമോ കളിപ്പാട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. കറുപ്പായിരുന്നു കാരണം. അപ്പുറത്ത് ആർത്തിയുടെ സഹോദരി പായൽ നല്ല വെളുത്തിട്ടായിരുന്നു. അവൾ ആഗ്രഹിച്ചതെല്ലാം കിട്ടുകയും അവളുടെ അച്ഛനും അമ്മയും സ്നേഹിക്കുകയും ചെയ്തു. 2 സഹോദരികളുടെ കല്യാണമായി. പായലിന് 1 ലക്ഷത്തിന്റെ ലഹങ്കയാണ്. ആർത്തിക്ക് ഒന്നുമേ ഇല്ല. ആർത്തി ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരുന്നു. എന്റെ അടുത്താണെ ഒന്നുമേ ഇല്ല. കല്യാണത്തിന് ലഹങ്കയുമില്ല. മണ്ഡപത്തിലോട്ട് എന്തിട്ടിട്ട് പോകും ഞാൻ? ആർത്തിയുടെ അടുത്തൊരു ലഹങ്ക പോയിട്ടൊരു സാരി പോലും ഇല്ലായിരുന്നു. കുഞ്ഞിപ്പുഴത്തെ തൊട്ടേ ഇത് തന്നെയാ സംഭവിക്കുന്നത്. ആർത്തിയുടെ അമ്മ അവളുടെ ജനനത്തോടെ മരിച്ചുപോയിരുന്നു. ആർത്തിയുടെ നിറം കറുപ്പായിരുന്നു. അവളുടെ അച്ഛൻ ഇത് കണ്ടു പറഞ്ഞു, കാക്കയെ പോലെ കറുത്തതാണല്ലോ. ഇവളെന്ത് മകളെയാ പ്രസവിച്ചേ? ഹരിഹരന് ആർത്തിനെ ഇഷ്ടായില്ല. അവന് കറുത്ത മകളെ ഇഷ്ടമല്ലാത്തോണ്ട് ഒരാഴ്ച തന്നെ അവൻ വേറൊരു വിവാഹം ചെയ്തു. ആർത്തിയുടെ രണ്ടാനമ്മ സ്വാതിയായിരുന്നു. അവർ 1 വർഷത്തിനുള്ളിൽ ഒരു വെളുത്ത കുഞ്ഞിന് ജന്മം നൽകി. ഹരിഹരുടെ സന്തോഷത്തിന് അതിരുകളില്ല. സന്തോഷമായി. ഇത് വെളുത്ത കുട്ടിയാ. കറുത്ത കുട്ടികളെ എനിക്കിഷ്ടമല്ല. ഹരിഹർ മോളുടെ പേര് പായൽ എന്ന് വെച്ച് അച്ഛനും അമ്മയുടെ സ്നേഹം കുട്ടിക്ക് കിട്ടി. ആർത്തിക്ക് കിട്ടിയത് വെറും വെറുപ്പ് മാത്രം. അവളുടെ രണ്ടാനമ്മ അവളോട് പറയും, നിന്റെ മുഖം കാണുമ്പോഴേ എന്റെ വിശപ്പങ്ങ് പോകും. കഴിക്കുന്ന സമയത്ത് എന്റെ മുമ്പിൽ വരരുത്. ഹരിഹർ, സ്വാതി, പായൽ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആർത്തിനെ എപ്പോഴും മാറ്റി നിർത്തും. അവളെ എപ്പോഴും അടുക്കളയിലിരുത്തി കഴിപ്പിക്കും. അതും ചോറ് മാത്രം. എന്നും ആഹാരം കഴിക്കുമ്പോൾ അവൾ എപ്പോഴും കരഞ്ഞുകൊണ്ട് അമ്മേനെ ആലോചിക്കും. അമ്മ, എന്താ അമ്മ എന്നെയും കൂടെ അമ്മയുടെ കൂടെ കൊണ്ടുപോകാതെ ഇരുന്നത്? എനിക്ക് അമ്മയുടെ അടുത്തോട്ട് വരണം. ദൈവമേ, എന്നെ മുകളിലോട്ടൊന്ന് വിളിക്കോ. എനിക്ക് എന്റെ അമ്മയുടെ അടുത്തോട്ട് പോണം. സ്വന്തം കുഞ്ഞുമല്ല, കറുപ്പുമാണ്.
ഇതുപോലത്തെ പിള്ളേർക്കൊക്കെ എപ്പോഴും കിട്ടുന്നത് വെറുപ്പ് മാത്രമായിരിക്കും. ഇക്കാര്യം ആർത്തിക്ക് നേരത്തെ അറിയായിരുന്നു. അങ്ങനെ അവള് വലുതായി. പായലിന് സ്നേഹം കിട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അവൾ അഹങ്കാരിയായി. രണ്ടുപേരും വലിയ കുട്ടികളായി. രണ്ടുപേർക്കും കല്യാണപ്രായമായി. വീട്ടിൽ പായലിന് കല്യാണാലോചനകൾ വന്നു. മോളെ, നിനക്ക് കല്യാണത്തിന് പ്രായമായി. നീ കല്യാണം കഴിച്ചേ പറ്റൂ. അത് കഴിഞ്ഞാ നിനക്ക് കുട്ടികളുണ്ടാവും. അമ്മയുടെ ഒരു കാര്യം. മോൾക്ക് നാണം വന്നു. അവിടെ ആർത്തി വന്നു പറഞ്ഞു, അതേ സഹോദരി, നിന്നെ കാണാൻ നല്ല രസായിരിക്കും. ആർത്തിനെ കണ്ട് പായലിന് ദേഷ്യം വന്നു. ഓ, വന്നോ നീ? ഞങ്ങളുടെ ഇത്തിരി സന്തോഷം പോലും നിനക്ക് കാണാൻ പറ്റില്ലല്ലേ? വൃത്തികെട്ട മുഖം കൊണ്ട് എന്തിനാ എപ്പോഴും വന്നതിങ്ങോട്ട്? പക്ഷെ സഹോദരി, ഞാൻ എന്ത് തെറ്റാണ് പറഞ്ഞത്? ആദ്യത്തെ കാര്യം, നീ എന്നെ സഹോദരി എന്ന് വിളിക്കാൻ നിർത്ത്. ഞാൻ നിന്റെ സഹോദരിയല്ല. നീ ഈ വീട്ടിലെ വേലക്കാരിയാ. ഞാൻ വേലക്കാരിയുടെ സഹോദരിയല്ല. ചെല്ലി ഇവിടുന്ന് പോയി ആഹാരം ഉണ്ടാക്കിക്കേ. ഭക്ഷണത്തിന്റെ കാര്യം ഇപ്പോഴാ ഓർത്തെ. ഇന്ന് പായലിനെ കാണാൻ ചെറുക്കന്റെ കൂട്ടര് വരുന്നുണ്ട്. ആർത്തി, അവർക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കണം കേട്ടോ. ശരിയച്ചാ. ആർത്തി അവിടുന്ന് പോയി. അടുത്ത ദിവസം പായലിനെ കാണാൻ ചെറുക്കൻ കൂട്ടര് വന്നു. ചെറുക്കന്റെ പേര് ആലോക് എന്ന്. ആലോക് അവന്റെ അമ്മയുടെ കൂടെ വന്നു. കൂടെ അവരുടെ വേലക്കാരനും വന്നിരുന്നു. വന്ന ഉടനെ ആലോകിന്റെ അമ്മ ജാനകി ചിരിച്ചോണ്ട് പറഞ്ഞു, അത് ഹരിഹർജി, ഞങ്ങളുടെ കൂടെ വേലക്കാരനും വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ. അത് പിന്നെ ഞങ്ങൾക്ക് അവനില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ലാതാ. അതിനൊന്നും കുഴപ്പമില്ല. വരൂ, അകത്തേക്ക് വരൂ. രഘുവിന്റെ കൂടെ ജാനകിയും ആലോകും വന്നു. രഘുവും ചെറുപ്പം തൊട്ടേ അവരുടെ കൂടെ തന്നെയായിരുന്നു. ജാനകിയും ആലോകും സോഫയിലിരുന്നു. രത്ന പായലിനെയും കൊണ്ട് അവിടേക്ക് വന്നു. പായലിനെ എനിക്കിഷ്ടപ്പെട്ടു. അത് കൊള്ളാലോ മോനെ. ഒറ്റ നോട്ടത്തിൽ നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടോ? അവരവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആർത്തി ആഹാരം കൊണ്ടുവന്നു. ഇതെടുക്കോ, നിങ്ങൾക്ക് വേണ്ടി ആഹാരം കൊണ്ടെന്നാ. കഴിച്ചോളൂ, ഇല്ലെങ്കിൽ തണുത്തുപോവും. ഹരിഹർജി, ഇതാരാണ്? ഇത് ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരിയാ. അങ്ങനെയാണോ? പായൽ മോളെ, നിനക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കാൻ അറിയാലോ. പായലിന് ആഹാരം ഉണ്ടാക്കാൻ അറിയില്ലാത്തതുകൊണ്ട് തന്നെ മിണ്ടിയില്ലവൾ. ജാനകി ആലോക്കും ആർത്തി ഉണ്ടാക്കിയ ആഹാരം കഴിക്കുകയും ചെയ്തു. അവർക്കത് ഒരുപാട് ഇഷ്ടമായി. വാ, ആഹാരം നല്ല രുചിയായിരുന്നു. പക്ഷെ ഹരിഹർജി, ഇത് നിങ്ങളുടെ വേലക്കാരിയല്ലേ ഉണ്ടാക്കിയത്? എനിക്ക് നിങ്ങളുടെ മകൾ ഉണ്ടാക്കിയ ആഹാരമാണ് കഴിക്കേണ്ടത്. അത് പിന്നെ, ശരിക്കും പറഞ്ഞ എന്റെ മകൾക്ക് ആഹാരമൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. പിന്നെന്തിനാ കല്യാണം കഴിക്കുന്നത്? കല്യാണം കഴിഞ്ഞ് നമുക്ക് വല്ലതും കഴിക്കണ്ടേ? അപ്പോ ഹരിഹരുടെ തലയിൽ ഒരു ഐഡിയ വന്നു. എങ്കിൽ രഘുവിനെ കൊണ്ട് ആർത്തിയെ കല്യാണം കഴിപ്പിച്ചാലോ? ആർത്തി അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമല്ലോ. അപ്പോൾ അവള് പാചകം ചെയ്തോളും. എല്ലാരും കല്യാണത്തിന് സമ്മതിച്ചു. ആർത്തിയും രഘുവിന്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചില്ല. ഹരിഹർ ഒരു അടി കൊണ്ട് 2 പക്ഷികളെ വീഴ്ത്തി. ശ്രീധനമില്ലാണ്ട് ആർത്തിയുടെ കല്യാണം എന്തായാലും നടക്കില്ലായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യം കൊണ്ട് ഹരിഹറിന് എക്സ്ട്രാ രൂപ ചെലവാക്കേണ്ടി വരത്തേയില്ല. കല്യാണത്തിന്റെ ദിവസങ്ങൾ അടുത്തു തുടങ്ങി. പായൽ 1 ലക്ഷത്തിന്റെ ലെഹങ്ക വാങ്ങി. ആർത്തി പറഞ്ഞു, അച്ഛാ, നിങ്ങൾ എനിക്ക് വേണ്ടി ലെഹങ്കയൊന്നും വാങ്ങിയില്ലേ? നീ ലെഹങ്ക ഇട്ടിട്ട് എന്താ ചെയ്യാൻ പോണേ? വേലക്കാരിക്ക് ലെഹങ്ക ഇടണമെന്ന്. എല്ലാരും ചിരിച്ചുകൊണ്ട് തന്നെ ആർത്തി പറഞ്ഞ കാര്യം തള്ളി. പക്ഷെ ആർത്തിക്കറിയായിരുന്നു, കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ. എനിക്കും ലെഹങ്ക വേണം. 1000 രൂപയുടെ ലെഹങ്കയാണേലും മതി. നിനക്ക് വേണ്ടിയോ? ഒരു പൈസ ഞാൻ ചെലവാക്കില്ല. ശല്യമാകുന്നു ഇവളെ കൊണ്ട്. നീ ശരിക്കും ആഫ്രിക്കയുടെ ജംഗലിൽ ഉണ്ടാവുന്നതായിരുന്നു. അങ്ങനെ കല്യാണത്തിന്റെ ദിവസമായി. പായൽ ലെഹങ്കയൊക്കെ ഇട്ട് തയ്യാറായി. പക്ഷെ ആർത്തിയുടെ കയ്യിൽ ഒന്നുമേ ഉണ്ടായിരുന്നില്ല. അവൾ അമ്മയുടെ ഫോട്ടോയുടെ മുമ്പിലിരുന്ന് കരയാനും തുടങ്ങി. അമ്മ, ഇങ്ങനെയാണോ എന്റെ കല്യാണം നടക്കാൻ പോണേ? നല്ല ലെഹങ്കയില്ല, ഉടുപ്പുമില്ല. എന്നെ എന്തിനാ എവിടെ ഇട്ടിട്ട് പോയതമ്മ? ഉത്തരം താ അമ്മ, ഉത്തരം താ. അപ്പോ പെട്ടെന്ന് ആർത്തിക്ക് അവളുടെ അമ്മയുടെ ശബ്ദം കേൾക്കാൻ പറ്റി. ആകാശവാണി കേൾക്കുന്ന പോലെ. മോളെ, ഞാൻ നിന്റെ അമ്മയാണ്. നിന്നെക്കുറിച്ച് എനിക്ക് ആലോചിച്ചേ പറ്റുള്ളൂ. കട്ടിലിന്റെ അടിയിലൊരു ട്രങ്കുണ്ട്. അതിന്റെ അകത്ത് എന്റെ കല്യാണ ജോഡിയുണ്ട്. അതിനെ എടുത്ത നീ ഇട്. അമ്മ ഇതെവിടെയമ്മ? നിന്റെ മനസ്സിലുണ്ട് മോളെ. ഇനി പെട്ടെന്ന് ലെഹങ്ക ഇടങ്ങോട്ട്. ആർത്തി കട്ടിലിന്റെ അടിയത്തും ട്രങ്ക് എടുത്ത് അതിന്റെ അകത്തുണ്ടായിരുന്ന ലെഹങ്ക അങ്ങ് അണിഞ്ഞു. അതണിഞ്ഞപ്പോഴേക്കും അത്ഭുതം സംഭവിച്ചു. ആർത്തി കറുപ്പിൽ നിന്നും വെളുത്തതായി. അവൾ അത്രയും സുന്ദരിയായി. അവൾ കണ്ണാടി ചെന്ന് നോക്കിയപ്പോ അവളുടെ തന്നെ കിളി പറന്നു. എന്താ, എനിക്കിത്രയും ഭംഗിയോ? പക്ഷെ എങ്ങനെ? ഇത് അമ്മയുടെ സ്നേഹമാണ് മോളെ. ഇനിയിപ്പോ
കല്യാണമണ്ഡപത്തിൽ പോയിരിക്കെ. കല്യാണമണ്ഡപത്തിൽ ആലോക് നിൽക്കുകയായിരുന്നു. അടുത്ത് രഘുവും ഉണ്ടായിരുന്നു. പായൽ കല്യാണമണ്ഡപത്തിൽ വന്നപ്പോഴേക്കും ആർത്തിയും വന്നു. ആർത്തിയെ കണ്ടപ്പോ എല്ലാവരുടെയും കിളിപോയി. എന്താ ആർത്തി ഇത്രയും വെളുത്തതെങ്ങനെയാ? ഈ വേലക്കാരി എങ്ങനെ ഇത്ര സുന്ദരിയായത്? ഇവള് പായലിനേക്കാളും സുന്ദരിയാണല്ലോ. ആർത്തി രഘുവിന്റെ കൈ പിടിച്ചപ്പോഴേക്കും സുന്ദരനും നല്ല പൊക്കമുള്ള ഒരു ആൺകുട്ടിയായി. അവൻ പറഞ്ഞു, യജമാനെ, എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാനിനി നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നില്ല. രഘു ആർത്തി അവിടുന്നങ്ങ് ഓടി. അവരവിടുന്ന് പോയി വേറൊരു അമ്പലത്തിൽ പോയി വിവാഹം ചെയ്തു. ഇവിടെ ജാനകി ആലോകിനും ആർത്തി അവരുടെ വേലക്കാരിയല്ല മകളാണെന്നറിഞ്ഞപ്പോ അവരാ കല്യാണത്തിൽ നിന്നും പിന്മാറി. പായൽ തകർന്നുപോയി. അമ്മയുടെ അനുഗ്രഹത്താൽ ആരത്തിയും രഘുവും വേറൊരു നാട്ടിൽ പോയി ജീവിക്കാൻ തുടങ്ങി. അവര് രണ്ടുപേരും ലഹങ്കയുണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും നല്ലൊരു ജീവിതം നയിച്ചു. പായലിനെ കല്യാണം കഴിച്ചില്ല ആരും. 1,00,000 ലഹങ്കയും ഇട്ടുകൊണ്ട് അവളുടെ ജീവിതം ഒറ്റപ്പെട്ടു. Thanks for watching.